2024 പാരീസ് ഒളിമ്പിക്സ് പോരാട്ടങ്ങൾക്ക് തിരിതെളിയാൻ ഇനിയുള്ളത് മണിക്കൂറുകൾ അകലം മാത്രം. 33 ഒളിമ്പിക്സ് ജൂലൈ 26 തുടക്കമാകും. ഇന്ത്യ പ്രതിനിധീകരിച്ച 7 റിസർവ് കളിക്കാർ ഉൾപ്പെടെ ആകെ 117 അംഗസംഘമാണ് പാരീസിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഓരോ മത്സരാർത്ഥിയും കുന്നോളം സ്വപ്നങ്ങൾ മനസ്സിൽ പേറിയാണ് പാരീസിലേക്ക് പറന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും പറയാൻ കഷ്ടപ്പാടിന്റെയും അതിജീവനത്തിന്റെയും ഒട്ടേറെ കഥകൾ കാണും. അങ്ങനെ അതിജീവിച്ച ഇന്ന് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഭാഗമായി ഇരിക്കുന്ന ഒരു പയ്യനുണ്ട്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പ്രതിരോധ സ്ഥാനത്ത് ഇടം പിടിച്ച വ്യക്തി സുഖ്ജിത് സിംഗ്. ജൂലൈ 26 പാരീസ് ഒളിമ്പിക്സിന് കൊടിയേറുമ്പോൾ ഇന്ത്യൻ ഹോക്കി ടീമിനൊപ്പം ഈ 28-കാരനുമുണ്ട്. താരത്തിന്റെ ആദ്യ ഒളിമ്പിക്സ് എൻട്രിയാണിത്. തളരാൻ മനസ്സിലാത്ത ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുഖ്ജിത്തിന്റെ ഒളിമ്പിക്സിലേക്കുള്ള യാത്ര. 6-ാം വയസ്സിൽ ഹോക്കി സ്റ്റിക്ക് കയ്യിലെടുത്ത ഈ ജലന്ധറുകാരൻ 2018 ആദ്യമായി ഇന്ത്യൻ സീനിയർ ടീമിന്റെ ക്യാമ്പിൽ ഉൾപ്പെടുന്നത്. 6 വർഷം മുമ്പ് പുറത്തേറ്റ പരിക്കാണ് സുഖ്ജിത് സിംഗിന്റെ ജീവിതത്തിലും കരിയറിലും കരിനിഴൽ വീഴ്ത്തിയത്. പരിക്കിനെ തുടർന്ന് ഇന്ത്യൻ ഹോക്കി താരത്തിന്റെ ഒരു കാല് പക്ഷാഘാതം ബാധിച്ച് തളർന്നു. എതിരാളികളെ വെട്ടിയൊഴിഞ്ഞ് പന്തുമായി കുതിക്കേണ്ട കാൽ തളർന്നെങ്കിലും സുഖ്ജിത് പക്ഷെ തളർന്നില്ല. അയാൾക്ക് തിരിച്ചു വരാതിരിക്കാൻ ആകുമായിരുന്നില്ല. കാരണം രാജ്യത്തോടും കളിയോടും അയാൾക്കുള്ള അഭിനിവേശം അത്രത്തോളം ഉണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും കഠിനമേറിയ കാലമെന്നാണ് താരം അതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ പരിക്കിനെ തുടർന്ന് താരം 5 മാസം കിടപ്പിലായിരുന്നു. ശാരീരികമായും മാനസികമായും തളർന്ന നാളുകൾ. നടക്കാൻ പോലും എന്തിനേറെ ആഹാരം കഴിക്കുന്ന പോലുള്ള ലളിതമായ കാര്യങ്ങൾ വരെ അസാധ്യമായ ജീവിത നാളുകൾ. ഓരോ ദിവസം കഴിയുന്തോറും ഹോക്കി കളിക്കുന്ന സ്വപ്നം അകലുന്നതായി തോന്നി. വളരെ നിരാശ നൽകിയ നാളുകളായിരുന്നു സുഖ്ജിത്തിന് ആ ദിവസങ്ങൾ. കുടുംബത്തിന്റെ അചഞ്ചലമായ പിന്തുണ, പ്രത്യേകിച്ച് പിതാവിന് അദ്ദേഹത്തിനോടുള്ള വിശ്വാസം, അതായിരുന്നു സുഖ്ജിത്തിനെ വീണ്ടും നടത്തിച്ചതും ഇന്ന് ഇവിടെ പാരീസ് ഒളിമ്പിക്സ് വരെ എത്തിച്ചതും. സുഖ്ജിത്ത് കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. എല്ലാം ഉപേക്ഷിക്കാമെന്ന് കരുതിയപ്പോഴേക്ക് ശക്തി പകർന്ന് ഒപ്പം നിന്നത് അച്ഛനായിരുന്നു. എന്നും വേദനകളും വെല്ലുവിളികളും മറികടക്കാൻ കരുത്ത് പകർന്ന അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. പരിക്കിനെ മറികടന്നെത്തിയ സുഖ്ജിത്തിന് 2021-22 FIH പ്രോ ലീഗ് സീസണിലാണ് ഇന്ത്യൻ ജേഴ്സി അണിയാൻ അവസരം ലഭിക്കുന്നത്. സ്പെയിനിനെതിരെ ഗോളോടെ അരങ്ങേറ്റം അവിസ്മരണീയമാക്കി. കഴിഞ്ഞ 2 വർഷമായി ടീം ഇന്ത്യയുടെ നിർണായക താരമായി സുഖ്ജിത്ത് വളർന്നു. 70 മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകളാണ് സുഖ്ജിത്ത് നേടിയിട്ടുള്ളത്. 2023 ഹോക്കി ലോകകപ്പിൽ 6 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ നേടി ഇന്ത്യൻ മുന്നേറ്റ നിരയുടെ നെടുന്തൂണായി അദ്ദേഹം. ഹാങ്ചോയിൽ സ്വർണം കോരിയ ടീമിലും സുഖ്ജിത്ത് അംഗമായിരുന്നു. ഒളിമ്പിക്സ് കളിക്കുന്നത് സുഖ്ജിത്തിന്റെയും കുടുംബത്തിനും എക്കാലത്തെയും സ്വപ്നമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. ഇനി പാരീസിൽ എല്ലാം നൽകി ടീമിനായി പോരാടി പരിശീലകനും ടീമാംഗങ്ങളും അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ത് വില കൊടുത്തും കാക്കുക, അതാണ് സുഖ്ജിത്തിന് മുന്നിലുള്ള ഏക ലക്ഷ്യം.